സാർ, ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ തുടർ റിസൾട്ട് അല്ലെങ്കിൽ തുടർ ചലനങ്ങൾ എന്ന് പറയുന്നത് ഇസ്രയേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണമാണ്. അതായത് ലെബനനിലെ ഹിസ്ബുള്ളയെ തീർത്ത് കെട്ടുക എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവർ കനത്ത ആക്രമണം ലെബനിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നു. അവർ പറയുന്നത് ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിന് ഞങ്ങൾ തിരിച്ചടി നൽകുന്നതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ചും ഇസ്രായേലും ലെബനനും തമ്മിൽ ഒരു സൗഹൃദമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. പ്രശ്നങ്ങളൊക്കെ തീരണം, ഇനി വഴക്കൊന്നും ഉണ്ടാകരുത്. ഇതിൽ ഏറ്റവും അധികം ദേഷ്യം വരുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാൻ കട്ടക്കലിപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സൗഹൃദം അത് പൊളിഞ്ഞു പോകുമോ? ഓക്കെ. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും കൂടി ഇറാനെ ആക്രമിച്ചു. അപ്പോൾ ഇറാനും അതേപോലെ ബാക്കി അറബ് കൺട്രീസിനൊക്കെ വലിയ നഷ്ടങ്ങൾ അതുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ നഷ്ടം വന്നൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ 1/5 ഭൂമി അവർക്ക് നഷ്ടപ്പെട്ടു. പിന്നെ അതുകൂടാതെ 3500-ഓളം ആൾക്കാർ മരിച്ചു. പിന്നെ 40 സ്ഥലങ്ങളിലെങ്കിലും ബോംബിങ് നടന്നു. പിന്നെ ഇപ്പോഴും ബെയ്റൂട്ടിലൊക്കെ ബോംബിങ് നടക്കുന്നുണ്ട്. ഇങ്ങനെ പല ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ വാസ്തവത്തിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ ആ രാജ്യത്തിന് ഇസ്രായേലിനോട് ഭയങ്കര ദേഷ്യം തോന്നണ്ടേ എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത്. ഈ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെബനോണാണ്, അല്ലെങ്കിൽ ലെബനൻ ആണ് ഈ നഷ്ടങ്ങൾ മുഴുവനും സഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇസ്രായേൽ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് റോക്കറ്റ്സ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം ഏകദേശം ഒരു സീസ് ഫയറിലേക്കൊക്കെ നീങ്ങേണ്ട സമയത്താണെങ്കിലും അവിടെ നിന്ന് റോക്കറ്റുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം റോക്കറ്റ് അയക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയത്തുള്ള അലി ഖമനേയി അദ്ദേഹം കൊല്ലപ്പെട്ടതിൻ്റെ വാശി തീർക്കാനായിരുന്നു. അങ്ങനെ റോക്കറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ അങ്ങോട്ട് തള്ളിക്കയറാൻ തുടങ്ങി. അങ്ങോട്ട് ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിട്ട് പതുക്കെ അവർ ലിറ്റാനി റിവറും കഴിഞ്ഞ് അത് കഴിഞ്ഞ് വ്യൂ ഫോർട്ട് എന്ന് പറയുന്ന വലിയ വളരെ പഴക്കമുള്ള കോട്ടയൊക്കെ പിടിച്ചടക്കി അവരുടെ കൺട്രോളിലേക്ക് ആ ലാൻഡ് കൊണ്ടുവന്നു. സ്ഥിരമായിട്ട് ഫയറിങ് അല്ലെങ്കിൽ റോക്കറ്റ് വിടുന്ന സ്ഥലങ്ങളൊക്കെ ഇസ്രായേൽ കീഴടക്കി. അങ്ങനെ കീഴടക്കി കഴിഞ്ഞപ്പോഴാണ് ഈ സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നു, ആൾക്കാർ ഡിസ്പ്ലേസ്ഡ് ആകുന്നു, അതേപോലെ ബോംബിങ് കണക്കില്ലാതെ നടക്കുന്നു. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ വലിയ നഷ്ടമാണ് ഈ ഒരു രാജ്യത്തിന് വന്നിരിക്കുന്നത്, ലെബനോണും മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അവരുടെ നേതാക്കൾ ഇപ്പോൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ ദേഷ്യപ്പെടുന്നതോ അല്ലെങ്കിൽ അവർ സങ്കടം പ്രകടിപ്പിക്കുന്നതോ ഇസ്രായേലിനോടല്ല. അവർ പറയുന്നത് അവർ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ ഒരു കരുവാക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രൈം മിനിസ്റ്റർ, ലെബനോണിൻ്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ പേര് നവാഫ് സലാം എന്നാണ്, പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ പ്ലീസ് ഹാവ് മേഴ്സി ഓൺ സൗത്ത് ലെബനോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കരുണ ഉണ്ടാകണം, കാരണം അത്ര ഒരു ദയനീയമായ അന്തരീക്ഷമാണ് അവിടെ നിലവിലുള്ളത്. ദയവായിട്ട് ഞങ്ങളോട് ദയവ് കാണിക്കുക, എന്നിട്ട് ഇവിടെ ഞങ്ങളെ കരുവാക്കുന്ന ഡോണ്ട് മേക്ക് അസ് യുവർ ബാർഗെയിനിങ് ചിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കരുവാക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ വിലപേശലിൽ നിന്ന് കരുവാക്കി മാറ്റരുത് ഞങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് നവാഫ് സലാം പ്രൈം മിനിസ്റ്ററാണ്. പിന്നെ വേറൊരു കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ യുദ്ധത്തിന് നിങ്ങൾ യുദ്ധം ചെയ്തോ, നിങ്ങൾ ആരെങ്കിലും യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്തോ, പക്ഷേ ആ യുദ്ധത്തിന് ഞങ്ങളുടെ നാടിന് ഡോണ്ട് മേക്ക് ഇറ്റ് യുവർ ബാറ്റിൽ ഫീൽഡ്, ഞങ്ങളുടെ സ്ഥലം അതിന് ഉപയോഗപ്പെടുത്തരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ലെബനൻ്റെ പ്രസിഡൻറ്റും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് ഔൺ എന്ന് പറയുന്ന പ്രസിഡൻറ്റ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് അവർ ലാൻഡ്, ഈ ലെബനൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാടാണ്, ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങൾ ആരും ഇവിടെ വന്ന് ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് നടക്കരുത്, നിങ്ങളെക്കൊണ്ട് വലിയ ഭാരമാണ് ഞങ്ങളിപ്പോൾ സഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഇറ്റ് ഈസ് അവർ കൺട്രി നോട്ട് യുവർ കൺട്രി, ഇറ്റ് ഈസ് നോട്ട് യുവർ ബിസിനസ് ടു ഇൻ്റർഫിയർ ഇൻ അവർ ലാൻഡ്, അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലെബനൻ്റെ നേതാക്കളൊക്കെ ഇപ്പോൾ ഈ പറയുന്നത് മുഴുവനും ഇറാനിട്ട് കൊള്ളുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ഹിസ്ബുള്ളയെ വല്ലാതെ ആയുധങ്ങൾ നൽകി സഹായിക്കുന്നു. ആ ആയുധങ്ങൾ വെച്ച് അവർ തോന്നിയ പോലെ നടക്കുകയാണ്. അപ്പോൾ അവരുടെ മിലീഷ്യയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഈ ലെബനോണിൻ്റെ ആർമിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിരുന്നത്. ഇപ്പോൾ പണ്ട് അഫ്ഗാനിസ്ഥാനിലൊക്കെ നമ്മൾ കണ്ടല്ലോ, ആർമി ഒഫീഷ്യലായിട്ട് ഒരെണ്ണം ഉണ്ടാവും, പക്ഷേ അവർ കിടന്ന് കളിക്കും. അതേപോലെ ഇപ്പോൾ പാകിസ്ഥാനിലെ ജയ്ഷെ മുഹമ്മദോ അതേപോലെയുള്ള ആൾക്കാരൊക്കെ കാട്ടിക്കൂട്ടുന്ന കണ്ടിട്ട് പട്ടാളം ഒരു വസ്തു നിൽക്കും, പക്ഷേ ബാക്കിയുള്ളവർ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഹിസ്ബുള്ളി ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹിസ്ബുള്ളി കാണിക്കുന്നതിന് മുഴുവനും വില നൽകേണ്ടി വരുന്നത് മൊത്തം രാജ്യമാണ്. അതുകൊണ്ട് ഞങ്ങളെ ദയവായിട്ട് ഉപദ്രവിക്കരുതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരാളും കൂടി, അവരുടെ ആ ഒരു ഹൈറാർക്കി ഉണ്ട്, പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ,
അത് കഴിയുമ്പോൾ പിന്നെ പാർലമെൻറ്റിൻ്റെ സ്പീക്കറാണ്. പാർലമെൻറ്റിൻ്റെ സ്പീക്കർ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. ഈ ലെബനനിൽ പ്രസിഡൻ്റ് ആയാലും പ്രൈം മിനിസ്റ്റർ ആയാലും പാർലമെൻറ്റ് സ്പീക്കറായി കഴിഞ്ഞാലും അതൊക്കെ അതിന് ഓരോ മതങ്ങളുണ്ട്. പ്രസിഡന്റ് എപ്പോഴും ക്രിസ്ത്യൻ ആയിരിക്കും. ഈ ജോസഫ് ഔൺ പേര് കേൾക്കുമ്പോൾ അറിയാമല്ലോ, ക്രിസ്ത്യനാണ്. അതേപോലെ നവാഫ് സലാം എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം സുന്നി മുസ്ലിമാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ എപ്പോഴും സുന്നി മുസ്ലിം ആയിരിക്കണം. സ്പീക്കർ വരുമ്പോൾ ഷിയ മുസ്ലിം ആയിരിക്കും. അപ്പോൾ ഈ 3 പോസ്റ്റിനും ഓരോ മതങ്ങളുണ്ട്, ഓരോ മതങ്ങളിൽ നിന്നുള്ളവരാണ്. അത് ഫിക്സഡ് ആണ്, അത് നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്നതാണ്. കാരണം ഒറിജിനലി ഇറ്റ് വാസ് എ ക്രിസ്ത്യൻ മെജോറിറ്റി കൺട്രി. ക്രിസ്ത്യൻ മെജോറിറ്റി കൺട്രി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് പണ്ട് റെഫ്യൂജീസും ഇമിഗ്രൻസും ഒക്കെ വരുമായിരുന്നു. ചില സുന്നി മെജോറിറ്റി സ്ഥലങ്ങളിൽ ഷിയകൾ പീഡിപ്പിക്കപ്പെടുന്നു പറയുമ്പോൾ അവരിങ്ങോട്ട് വരും. അപ്പോൾ ഈ ലെബനോൺകാർ അവരെ സ്വീകരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ, ജീവിച്ചു പോയിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ അതേപോലെ തന്നെ തിരിച്ചും സംഭവിക്കും. ചിലപ്പോൾ സുന്നി മെജോറിറ്റി കൺട്രീസിൽ ഉള്ള ഷിയകൾ പീഡിപ്പിക്കപ്പെട്ട അവരോട് വരും, കയറി താമസിച്ചോട്ടെ എന്ന് പറയും. അങ്ങനെ താമസിപ്പിച്ച് ഇപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം മെജോറിറ്റി കൺട്രിയായി. അപ്പോൾ അവർ ഷിയയും സുന്നിയൊക്കെ ആ വൈരാഗ്യം മറന്ന് മറ്റു മതങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ അവർ ഒന്നിക്കുന്ന സാഹചര്യം വന്നു. അങ്ങനെ ക്രിസ്ത്യൻസ് വളരെയധികം ആ നാട് വിട്ടു പോയി. അപ്പോൾ അങ്ങനെയാണിപ്പോൾ അത് ക്രിസ്ത്യൻ മെജോറിറ്റി കൺട്രി അല്ലാതായത്. ഒരു കാലത്ത് ഇറ്റ് വാസ് കോൾഡ് ദ സ്വിറ്റ്സർലൻഡ് ഓഫ് ദി ഈസ്റ്റ്. അത്ര പുരോഗതിയും സമ്പൽ സമൃദ്ധിയുള്ളൊരു രാജ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതലും ഈ മതപരമായ ആക്രമണങ്ങളും അതും ഇതൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ട്. കൂടാതെ അവർ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്. അതാണ് സാഹചര്യം. അപ്പോൾ ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും പറയുന്നതിൻ്റെ മൊന ഇറാനിലേക്കാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അബ്ബാസ് അറാഖ്ചി, അതായത് ഫോറിൻ മിനിസ്റ്റർ ഓഫ് ഇറാൻ, അദ്ദേഹത്തിന് അത് തീരെ സഹിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എന്തിനാ ഈ കാര്യങ്ങൾ പറയുന്നത്? നിങ്ങളുടെ 1/5 ഓഫ് ദി ലാൻഡ് ഞങ്ങൾ ഇറാനാണോ കൊണ്ടുവരിക്കുന്നത്? അത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലല്ലേ? അതല്ലേ നിങ്ങൾ നോക്കണ്ടേ? പിന്നെ അവിടെ എത്ര ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്ര പേര് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ലാതെ അത് നോക്കാതെയും അതിന് ഇസ്രായേലിനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാതെ ഞങ്ങളെ പറ്റി എന്തിനാണ് സംസാരിക്കുന്നത്? പിന്നെ ഞങ്ങളിതൊരു ബാർഗൈനിങ് ചിപ്പായിട്ടാണ് കണക്കാക്കുന്നത് ലെബനോണിനെങ്കിൽ ഇപ്പോൾ പണ്ടേ ഈ പ്രശ്നമൊക്കെ അവസാനിപ്പിക്കുമായിരുന്നു, ഞങ്ങൾ സമാധാനമായിട്ട് ഒരിടത്തിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ചില മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ന്യായീകരണം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഉള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെബനണിൽ ഇപ്പോൾ ഈ ഷിയ മുസ്ലിങ്ങളും ഷിയ കൺട്രിയുടെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇറാനാണല്ലോ, അവർ കൊടുക്കുന്ന ആയുധങ്ങൾ വെച്ചിട്ടാണ് ഈ ഹിസ്ബുള്ള ഫൈറ്റ് ചെയ്യണത്. ഹിസ്ബുള്ള എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും ഇസ്രായേലിൽ റോക്കറ്റ് വിടും, ഡ്രോൺസ് വിടും. അപ്പോൾ ഇസ്രായേൽ തിരിച്ച് അങ്ങോട്ട് ആക്രമണം നടത്തും. അപ്പോൾ പല ഇന്നസെൻ്റ് ആൾക്കാർ കൊല്ലപ്പെടും. അപ്പോൾ ഇസ്രായേലിനെ തോൽപ്പിക്കാനാണെങ്കിൽ തൽക്കാലം ലെബനനെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല. പിന്നെ ഈ ആക്രമണം നടത്താൻ തിരിച്ച് ഇങ്ങോട്ട് അടി കിട്ടുക, അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ലെബനണിൽ പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും ഇസ്രായേലിനോട് സോഫ്റ്റായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അതേസമയം ഷിയ അല്ലെങ്കിൽ ഈ ഹിസ്ബുള്ളയ്ക്ക് സ്വാഭാവികമായിട്ടും ഇറാൻ്റെ കൂടെയാണ് അവർ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത്. അതുകൊണ്ട് ഇറാൻ ആ കാര്യത്തിൽ അല്പം വിഷമിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അല്ല, ഇസ്രായേൽ പ്രഖ്യാപിത ലക്ഷ്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാരണം ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ഹമാസ് ആയിരുന്നു. ആ ഹമാസിനെ തീർത്തിട്ടാണ് ഗസയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ സത്യത്തിൽ 3 രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിൽ ചർച്ച ചെയ്യണം. ഇവിടെ ചർച്ച നടത്തുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തുന്നതൊക്കെ അമേരിക്കയും ഇറാനും തമ്മിൽ മാത്രമാണ്. അപ്പോഴും അവിടെ ഹിസ്ബുള്ളക്കാർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ പറയുന്നത്, അല്ലെ ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ തന്നെ പറയുന്നത്, നമുക്ക് കിട്ടിയ അവസരമാണ്, നമ്മൾ ഈ ഹിസ്ബുള്ള ഇപ്പോൾ തീർക്കണം, ഇല്ലെങ്കിൽ വീണ്ടും അവർക്ക് സൈനികപരമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള സഹായം ഇറാനിൽ നിന്ന് കിട്ടും. അങ്ങനെ ഹിസ്ബുള്ള കുറച്ചുകൂടെ സ്ട്രോങ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ വീണ്ടും ഹിസ്ബുള്ളയ്ക്കെതിരെ അവിടെ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇറാൻ അമേരിക്കയോട് പറയുന്നത്, നമ്മൾ തമ്മിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലും ലെബനനിലും ആക്രമണം നടത്തരുത്. അതിനെ നെതന്യാഹു തള്ളിക്കളഞ്ഞു. കാരണം ആക്രമണം നടത്തരുതെന്ന് പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറാണ്. ഞങ്ങളും ലെബനുമായിട്ടൊരു കരാറും ഇല്ല. മാത്രമല്ല, ലെബനിലുള്ള ഹിസ്ബുള്ള ഇപ്പോഴും ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവരെ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് പ്രശ്നം അവസാനിപ്പിക്കണം.
അതോടുകൂടി ട്രംപും നെതന്യാഹുവും തമ്മിൽ ടെലിഫോൺ സംഭാഷണത്തിൽ പോലും തർക്കിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങളാണ് വലിയ ഷിയ രാജ്യങ്ങൾ, ആ ഷിയ രാജ്യത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇവിടുത്തെ ഷിയകളും പ്രവർത്തിക്കണം, ശരിയായിരിക്കാം. പക്ഷേ ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ വളരെ മോശമായ സ്ഥിതിയിലേക്ക് പോവുകയാണ്. കാരണം യുദ്ധവും മറ്റ് ആക്രമണവും ഒക്കെ അവിടെ വലിയ കെടുതികൾ സൃഷ്ടിക്കുന്നു, സാമ്പത്തികമായിട്ട് അവർ തകർന്നു പോകുന്നു. അതുകൊണ്ട് ഇസ്രയേലുമായിട്ടൊരു സമാധാനപരമായിട്ട് രമ്യമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകണമെന്ന് അവിടുത്തെ ഭരണകൂടം ആഗ്രഹിക്കുന്നു. അവർ തമ്മിൽ, അതായത് ഈ ലെബനനും ഇസ്രായേലും തമ്മിൽ വാഷിങ്ടണിൽ വെച്ച് ചർച്ച നടത്തി തീരുമാനമായ ഒരു ട്രൂസ് അല്ലെങ്കിൽ സീസ് ഫയറിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ മീറ്റിങ്ങിൽ ഹിസ്ബുള്ളയെ അവർ പങ്കെടുപ്പിച്ചിട്ടില്ല. ഹിസ്ബുള്ള ഈസ് നോട്ട് പാർട്ടി ടു ദാറ്റ്. അപ്പോൾ ഹിസ്ബുള്ള ഇവർ തമ്മിലുള്ള ഈ ലെബനോണും ഇസ്രായേലുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ അല്ലെങ്കിൽ അവരുടെ ട്രൂസ് അല്ലെങ്കിൽ സീസ് ഫയറിൽ അത് അംഗീകരിക്കുന്നില്ല ഹിസ്ബുള്ള. ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അപ്പോൾ ഈ പറയുന്ന ഭരണകൂടം ഇസ്രായേലിന്റെ കൂടെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന ഹിസ്ബുള്ളക്ക് ഇനിയുള്ള സഹായങ്ങൾ കിട്ടില്ലായിരിക്കും. കാരണം സൈനിക സഹായം ലഭിക്കണമല്ലോ, ആയുധങ്ങൾ കിട്ടണം, സാമ്പത്തിക സഹായം കിട്ടണം. ഇവരിപ്പം എത്രയും പെട്ടെന്ന് ഇവിടെ വെടിനിർത്തൽ വേണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ഇറാൻ അവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പറ്റില്ലല്ലോ. പിന്നെ ഈ വെടിനിർത്തലിൻ്റെ കണ്ടീഷനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് means there should be a complete cessation of Hezbollah fire എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിസ്ബുള്ള ഇങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ വെടിനിർത്തൽ ഈ താൽക്കാലിക കരാറിനൊന്നും ഒരു പ്രസക്തി ഇല്ലാതെ പോകും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഇറാനാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ നിൽക്കുന്ന ഹിസ്ബുള്ളയെ സഹായിക്കേണ്ടത് ലെബനാണ്. ലെബൻ ഞങ്ങളെ സഹായിക്കുന്നില്ല, ലെബൻ വേറെ നിലപാടെടുക്കുന്നു. അപ്പോൾ പിന്നെ ഇസ്രായേലിൻ്റെ അടുത്ത് എപ്പോഴും ഒരു വിരോധം ഇറാനുണ്ട്. ഇപ്പോൾ അമേരിക്കയേക്കാൾ കൂടുതൽ ശത്രുതാപക്ഷത്ത് ഇസ്രായേൽ കാണുന്നത് ഇറാനെ തന്നെയാണ്. അപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് പോകാം. കാരണം കഴിഞ്ഞ ദിവസം ടെല്ലവീവിലേക്ക് ആക്രമണം നടന്നു. ഈ ആക്രമണം നടന്നപ്പോൾ ഇസ്രായേൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചാക്രമിച്ചല്ലോ. അതിന് ഇറാൻ പറഞ്ഞ മറുപടി ലെബനനെ ആക്രമിച്ചതുകൊണ്ട് ഞങ്ങൾ നൽകിയ തിരിച്ചടിയാണ്. ഇപ്പൊ ഇറാൻ കട്ടക്കൽപ്പിലാണ്, ഇവർ രണ്ടുപേരുടെ ഒന്നിച്ചു പോകുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.